നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കശ്മീർ ഭരിക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ ഒരു മോഹമായി തന്നെ നിലനിൽക്കുന്നത് കുറേയായി. അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ ഭ്രമം ബാധിച്ചതിനാൽ ഈ രാജ്യവും ഒട്ടേറെ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പി നേതൃത്വം. നമുക്കറിയാം, കർണാടക, മധ്യപ്രദേശ്, ഗോവ, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ തുടങ്ങി ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ പയറ്റി വിജയിച്ചതും തോറ്റതുമായ കുതിരക്കച്ചവടം കശ്മീരിൽ പരീക്ഷിക്കാൻ പദ്ധതിയിടുകയാണ് ബി.ജെ.പി. അതിൻ്റെ പ്രാരംഭ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അങ്ങനെ കശ്മീരിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ബി.ജെ.പി ശ്രമം തുടങ്ങിയതായി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിൻ്റെ ചില എം.എൽ.എമാർക്ക് 30 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് പുറത്തുവിട്ടത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെയാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ബി.ജെ.പിയുടെ ഈ നീക്കത്തിൽ ഒമർ അബ്ദുള്ള പൊട്ടിത്തെറിച്ചത് ബി.ജെ.പിക്ക് ഈ രാജ്യത്ത് നാണക്കേടായിട്ടുണ്ട്. അതായത് കശ്മീരിൽ ആകെ തിരഞ്ഞെടുക്കപ്പെടുന്ന 90 എം.എൽ.എമാരും പല നോമിനികളായി, പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ നോമിനികളായി അടക്കം വരുന്ന 5 എം.എൽ.എമാരും ചേർന്ന് ആകെ 95 എം.എൽ.എമാരാണ് ജമ്മു കാശ്മീർ നിയമസഭയിൽ ഉള്ളത്. അതിൽ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് 41 അംഗങ്ങളും സഖ്യകക്ഷിയായ കോൺഗ്രസിന് 6 അംഗങ്ങളും ഒപ്പം 5 സ്വതന്ത്ര എം.എൽ.എമാരുടെയും ഒരു CPM അംഗത്തിൻ്റെയും പിന്തുണയോടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഒമർ അബ്ദുള്ളയുടെ സർക്കാർ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. അതിനിടയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി കുതിരക്കച്ചവടം നടത്താനായി വന്നിരിക്കുന്നത്. അതുപ്രകാരം ആദ്യം നോട്ടം വെച്ചിരിക്കുന്നത് തന്നെ നാഷണൽ കോൺഫറൻസ് എം.എൽ.എമാരെ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. അവരെ സമീപിച്ചുകൊണ്ട് 20 മുതൽ 30 കോടി രൂപ വരെയും ഒപ്പം പലർക്കും മന്ത്രിസ്ഥാനവുമാണ് ബി.ജെ.പി വാഗ്ദാനം ചെയ്ത് എന്നാണ് ഒമർ അബ്ദുള്ള തെളിവ് സഹിതം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. അതായത് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ വാഗ്ദാനങ്ങളും ഒപ്പം പണച്ചാക്കുമായി ഇറങ്ങിയിട്ടുള്ളത് ഒരു പ്രമുഖ ബി.ജെ.പി നേതാവും അതുപോലെ ഒരു സുപ്രീം കോടതി അഭിഭാഷകനുമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തി. എന്നാൽ ബി.ജെ.പിയുടെ ഈ കച്ചവടം കാശ്മീരിൻ്റെ മണ്ണിൽ ചെലവാകില്ലെന്ന് വളരെ വ്യക്തമായി വെല്ലുവിളിക്കുന്ന ഒരു ഒമർ അബ്ദുള്ളയെയാണ് കാണാനായത്. തങ്ങളുടെ ഒരു എം.എൽ.എ എങ്കിലും വാങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 30 അല്ല 100 കോടി രൂപ ഓഫർ ചെയ്താലും നാഷണൽ കോൺഫറൻസ് എം.എൽ.എമാർ ഒരു പ്രലോഭനങ്ങളും വീഴില്ലെന്നും ഉമർ അബ്ദുള്ള ബി.ജെ.പിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ താമരയിലൂടെ ഭരണം അട്ടിമറിച്ച ബി.ജെ.പിയുടെ പഴയ കഥകളെല്ലാം രാജ്യത്തെല്ലാവർക്കും അറിയാം. എന്നാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് അതിനെ തകർത്ത് കളഞ്ഞതുപോലെ കശ്മീരിലും തകർത്തു എന്ന വാർത്തകൾ വന്നതോടെ ബി.ജെ.പി മൊത്തത്തിൽ നിരാശയിലാണ്. ഈ അട്ടിമറി നടത്തുന്നതിൽ ബി.ജെ.പിക്കും ചില ലക്ഷ്യങ്ങളുണ്ട് കശ്മീരിൽ. അതായത് കശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ഈ മാസം 20-ാം തീയതി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രതിഷേധ സമരം, അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു സംഗമമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട്. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവിന് വഴിവെക്കുമോ എന്നും ബി.ജെ.പി ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പ്രതിഷേധ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഭയവും സമ്മർദ്ദവും കൂടി വന്നതോടെ അതിനു മുൻപ് തന്നെ അട്ടിമറിക്കണമെന്നായിരുന്നു ബി.ജെ.പിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്രതിഷേധ സമരം പരാജയപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സംസ്ഥാന രാഷ്ട്രീയം കലുഷിതമാക്കുന്നതെന്നാണ് ഒമർ അബ്ദുള്ള തുറന്നടിച്ചത്. ഏതായാലും ബി.ജെ.പിയുടെ നീക്കം അങ്ങ് കാശ്മീരിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം.